വയനാട് വനങ്ങളുടെ നാട് അല്ലെങ്കിൽ വയലുകളുടെ നാട്, ഈ രണ്ടിനെയും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വയനാട്. നല്ല വെള്ളം, നല്ല വായു, നല്ല മനുഷ്യർ, നല്ല മലകൾ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിലുമുണ്ട്, മൂന്നാറുണ്ട്, വാഗമണ്ണുണ്ട്. എന്നാൽ അവിടെ കുറച്ചും കൂടി ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് ആയിപ്പോയോ എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഇവിടെ വളരെ നാച്ചുറലായിട്ട് ഒട്ടും എനിക്ക് തോന്നുന്ന മനുഷ്യർ ഒട്ടും കൊമേഴ്ഷ്യലൈസ്ഡ് ആക്കാത്ത ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ജിംനി വന്നതിന് ശേഷം എൻ്റെ ട്രാവലിംഗ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഏതിലേയും പോകാം അല്ലെങ്കിൽ ഏത് വഴിയിലൂടെയും എങ്ങനെയും എക്സ്പ്ലോർ ചെയ്യാമെന്നൊരു തോന്നലും എനിക്ക് വന്നു തുടങ്ങി. ഞാൻ തീരെ യാത്ര ചെയ്യാത്തൊരു സ്ഥലമാണ് വയനാട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഒന്ന് നമുക്ക് വയനാടിന് പോകാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഫ്രണ്ടും പിന്നെ നമ്മുടെ ജിംനിയും ഒത്ത് ഞങ്ങൾ വയനാടിനെത്തി. ഇപ്പോൾ ഇവിടെ ക്ലൗഡ്സ് വ്യൂ എന്ന് പറയുന്നൊരു റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വയനാട്ടിൽ നേച്ചർ റിസോർട്ടാണ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. അത് എങ്ങനെ നേച്ചറുമായിട്ട് അടുത്ത് നിൽക്കാമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ റിസോർട്ടിൽ തന്നെ വരണം. ഇറ്റ്സ് എ ന്യൂ പ്ലേസ്, ബ്യൂട്ടിഫുൾ റിസോർട്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു നേച്ചറുമായിട്ട് നമുക്ക് അടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. വയനാട് ഒട്ടും കൊമേഴ്ഷ്യലൈസ്ഡ് ആയില്ല എന്ന് പറഞ്ഞാലും അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വയനാട് രണ്ട് സൈഡുണ്ട്. ഒന്ന് നമ്മളെ പപ്പു പറഞ്ഞ താമരശ്ശേരി ചുരം, ആ വഴി വരുന്ന ആ ഒരു ഏരിയ, അത് കുറച്ച് കൊമേഴ്ഷ്യലൈസ് ആണ്. എന്നാൽ ഞാൻ വന്നത് മറ്റൊരു വഴിക്കാണ്. കുറ്റ്യാടി ചുരം വഴിയാണ് ഞാൻ ഈ ഒരു റിസോർട്ടിലേക്ക് വന്നത്. എന്താണെങ്കിലും വന്ന വഴിയെല്ലാം ആ ഒരു വൈബ് തരുന്നതാണ്. നല്ല മരങ്ങളും നല്ല മഴയായിരുന്നു. അപ്പം ഫുൾ വൈബിലാണ് ഞാനിവിടെ എത്തിയത്. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ ഉള്ളത് കോതമംഗലം, അല്ലെങ്കിൽ ആ ഒരു സ്ഥലം മൂന്നാർ ആ ഒരു ഏരിയയിലേക്കാണ്. അല്ലെങ്കിൽ കോതമംഗലം സൈഡും മരങ്ങളും എല്ലാം ഉണ്ട്. ഈ ഒരു എല്ലാ പക്ഷികളുടെ കരച്ചിലും എല്ലാം അവിടെ കിട്ടും. പക്ഷേ ഈ ഒരു വൈബ്, ഈ ഒരു തണുത്ത കാറ്റും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വയനാട്ടിലുള്ള ആളുകളോട് നല്ല കുശുമ്പുണ്ട്. എന്താണെങ്കിലും നമ്മളുടെ ഈ പ്രോഗ്രാം വയനാട്ടിലുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ ഒരു പ്രൗഡ് ഫീൽ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. റെയിൻബോ ഞാൻ ഇതുവരെ റെയിൻബോ കണ്ടിട്ടില്ല. ഈ ഒരു വയനാട്ടിൽ ഈ റിസോർട്ടിൽ വന്നപ്പോൾ എനിക്ക് ഈ റെയിൻബോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റി. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്. ഇവിടെ ഞാൻ കാണാത്ത ഒത്തിരി കാര്യങ്ങൾ ഞാൻ കണ്ടു. ഒരു റെയിൻബോ കണ്ടു, അതുപോലെ തന്നെ ഇത്രയും വലിയൊരു കൂണ്. ഇന്നലെ നല്ല ഉഗ്രം മഴയും ഇടിവെട്ടും ഒക്കെ ആയിരുന്നു. ഇനി അങ്ങനെയാണോ ഇത്രയും വലിയ കൂണ് വന്നതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇവിടെ ഈ റിസോർട്ടിൽ നിന്ന് തന്നെ മുളച്ചു വന്ന ഇത്രയും വലിയൊരു കൂണാണിത്. നിങ്ങളിതുവരെ കണ്ടിട്ടില്ല. സോ ഇവിടെ ഈ റിസോർട്ട് ഒരു നേച്ചർ റിസോർട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മരങ്ങളും പശുവും, ഇവിടെ ഇല്ലാത്ത സംഗതികളില്ല. നല്ല പക്ഷികളുടെയൊക്കെ ചിലമ്പോൾ എനിക്ക് കേൾക്കാം അല്ലേ. അപ്പോൾ ഇത് നോനി ഫ്രൂട്ട്. ഈ നോനി ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഏജിങ് ഒക്കെ ഉള്ള ഓയിൽ കണ്ടൻറ്റുള്ള ഒരു ഫ്രൂട്ടാണ്. ഒരു സ്ട്രോബെറി ഫാമിലിയാന്ന് പറയുന്നു. ഇതിൻ്റെ പേരെന്നത് മരമുന്തിരി. ഒരുപാട് സ്ഥലം ഇങ്ങനെ നടക്കാനും, എനിക്ക് തോന്നുന്നത് മഴ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഈവനിങ്സിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം അല്ലേ. ഈ മനുഷ്യനാണ് എന്നെ വയനാട്ടിലേക്ക് കൊണ്ടുവന്ന്. ജിംനി കണ്ടപ്പോൾ അപ്പോൾ പോകണം വയനാടിന്, അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ റിസോർട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ്. ഭയങ്കര നേച്ചർ ലവിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഏതാ സ്ട്രോബെറി? ഇതൊക്കെ എന്താ റീജൻ അറിയോ? ഇതൊക്കെ എന്താണ്? ഞാവൽ. എനിക്ക് ഒന്നും പിടിയില്ല കേട്ടോ. പക്ഷെ ഞാൻ നട്ടൊരു മരമുണ്ട്. നിങ്ങളിവിടെ മുമ്പ് അന്ന് വന്നപ്പോ പണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. അത് മാത്രം മുളച്ചില്ലല്ലോ. കണ്ടോ, അത് മുളച്ചെന്ന്. വയനാട് എന്ത് നട്ടാലും അത് മുളയ്ക്കും. അതാണ് ഞാൻ ഇതിനകത്ത് കൂണെ. അടിപൊളി. ഇത്
ഞാനിപ്പോൾ ഇതിനകത്ത് നിന്നൊരു കൂണ് എനിക്കൊരു ചേട്ടൻ കൊണ്ട് തന്നിരുന്നു. കൂണ്, വലിയ കൂണ്. ഞാൻ അത്രയും വലിയൊരു കൂണ് ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല. അപ്പം എൻ്റെ അടുത്ത് നിഖിൽ പറയായിരുന്നു ഇവിടുത്തെ സോയിൽ അത്രയും പ്യുവറാണ്, അതുകൊണ്ടാണ് കൂണുണ്ടാവണമെങ്കിൽ തന്നെ പ്യുവർ ആയിരിക്കണം. നമ്മുടെ അവിടെയൊക്കെ ഉള്ള ഒരു ഞുണ്ണിക്ക കൂണല്ലേ സാധനം ഉണ്ടാവാറ്. രാസവളങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ജൈവവളങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിനെ പശുവിനെ വളർത്തുന്നത് ഇപ്പൊ പശുക്കളെയൊക്കെ കാണണമെങ്കിൽ ഇതുപോലെയുള്ള റിസോർട്ടുകളിൽ വന്നാലാണ് പശുക്കളെ കാണാൻ പറ്റുള്ളൂ. റേജന്റെ വീട്ടിൽ പശുണ്ടോ? എന്റെ വീട്ടിൽ പശുവില്ല. പോത്തറിഞ്ഞോണ്ട് ആരും ഉദ്ദേശിച്ചില്ല, നിങ്ങൾ തന്നെ. ഇത് പ്ലാവല്ലേ? ചാമ്പ. ഇത് ഉണ്ടായിട്ടുണ്ടായില്ലോ, അപ്പൊ ഇതിന്റെ ബാക്കി റൂംസ് അങ്ങോട്ടല്ലേ? അതെ അതെ, നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ആ മണമുണ്ടല്ലോ. ഇത് ഞങ്ങളിങ്ങോട്ട് പോരുന്ന വഴിക്ക് റേച്ചേട്ടൻ പറഞ്ഞു അവിടെ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് റോഡിൽ നിന്ന് ഏതൊരു പൂ എടുത്ത് ഫോണിൽ സംസാരിച്ച് ഇങ്ങനെ കടിച്ചു തിന്ന് മരിച്ചു പോയി എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ? ഞാൻ മരിച്ചിട്ട് ആ ജിമ്നി എടുക്കാനല്ലേ? ഏത് പൂവാ കഴിച്ച്? ഇതിന്റെ ഓണറാണ്, ഈ റിസോർട്ടിന്റെ ഓണറാണ് ബിപിൻ ചേട്ടൻ. ഞങ്ങൾ രണ്ടുപേരും കൊള്ളാം. ഇത് നിഖിലാണ് ഇത് മുഴുവൻ നോക്കി നടത്തുന്ന ആള്. 2 മലയുടെ ചെരിവായിരുന്നു ഇത് എടുത്തു കഴിഞ്ഞപ്പോ. അത് ഇങ്ങനെ ഈ രീതിയിൽ ഒരു ഡെവലപ്പ് ചെയ്തെടുത്താണ്. ഇത് ഡെവലപ്പ് ചെയ്യാൻ എത്ര നാളെടുത്തു? വാവ്. ഇതാണ് ബാക്കിയുള്ള കോട്ടേജ് അല്ലേ? ഇതിനകത്ത് ഇവിടെ 4 ഉണ്ട്, അത് 2. ബാക്കി സിംഗിൾ കോട്ടേജാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ആ മല കണ്ടോ? നമ്മുടെ ഇതിൻ്റെ മുകളിൽ പോയത്. അവിടെ ഇപ്പോൾ ഗസ്റ്റ് ഉണ്ട്, അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല, ഞങ്ങൾ താഴോട്ട് തന്നെ പോവാണ്. ഇനി ഞങ്ങൾക്ക് പശുവിനെ കാണാൻ പോവാം. സോ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ മുതിർന്ന ആളുകളായിട്ട് വരികയാണെങ്കിൽ അവർക്കും ഇഷ്ടമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, മരങ്ങളും അതുപോലെ ഈ കൃഷി കാര്യങ്ങളെല്ലാം അവർക്കും ഇഷ്ടമായിരിക്കും. കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാലും കളിക്കാൻ പ്ലേ ഏരിയ, അതുപോലെ തന്നെ പോണ്ടും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വന്ന് ബോറടിക്കുന്നുള്ളൊരു സംഭവമില്ല. ഇറ്റ്സ് റിയലി ഗുഡ്. അതുപോലെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. കൊള്ളാം. ഇവിടെ രാത്രി ഇവിടെ ഈ മറ്റേ ബാബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമോ? ആണോ? അതാണല്ലേ. അപ്പോൾ മഴയാണെങ്കിൽ നമുക്ക് ബാബിക്യൂ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ കാണേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, നമ്മളുടെ ജിംനി. ഞങ്ങൾ അവിടുന്ന് വന്നപ്പോൾ ഒരു ക്ഷീണവും ഇല്ലാതെ ഇവിടം വരെ എത്തി അല്ലേ? ഞാൻ ഓടിച്ചോണ്ടല്ലേ? ചുമ്മാറാണ് കേട്ടോ, ഞാൻ ഓടിച്ചോളെ. വയനാട് ചുരം കയറിയത് മുഴുവൻ ഞാൻ ഓടിച്ചില്ല. നല്ല പുള്ളിയുടെ പണ്ടൊരു ഡസ്റ്റർ ഉണ്ടായിരുന്നു, അത് വെച്ച് ഞങ്ങളൊരിക്കൽ മല കയറാൻ പോയിട്ട് വഴിക്ക് വെച്ച് നിർത്തിയിട്ടിട്ട് നമ്മൾ അന്ന് ഏത് വണ്ടിയിലാണ് കയറിപ്പോയത്? ജീപ്പിലെങ്ങാണ്ട് പിടിച്ച് കയറിപ്പോയി. ഇപ്പൊ ഈ ജിമ്നിയിലായതുകൊണ്ട് പുള്ളിക്ക് സുഖമായിട്ട് മുകളിൽ വരെ എത്താൻ പറ്റി എല്ലായിടത്തും. കുറ്റം പറയാൻ പാടില്ല. അന്ന് ഞാൻ കുറ്റം പറഞ്ഞു. ഓ, നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇപ്പം ഗസ്റ്റിനൊക്കെ ഫുഡെല്ലാം ഇവിടുന്ന് തന്നെ നിങ്ങൾ ഉണ്ടാകും? ഓ, ഇവിടെ കോഴി ഉണ്ടോ? കോഴി വളർത്തുന്നുണ്ടോ? അതുകൊണ്ട് ഓടിപ്പോയി. പട്ടി അടിച്ചോണ്ട് എന്നിട്ട് പുറകെ എടുത്തുകൊണ്ട് വന്ന് രക്ഷപ്പെടുത്തി തിരിച്ചു കൊണ്ടുവന്നത്. അത് നമ്മുടെ വാച്ച് ടവർ പൂൾ അവിടെയാണല്ലേ? ഇനി നമുക്ക് പൂളിലേക്ക് പോയാലോ? ഇതിലെ നമുക്ക് ജിംനിയും കൊണ്ട് പോവാം. അടിപൊളി. നമുക്ക് ജിംനി ആയിട്ട് ഇതിലേ അങ്ങ് പോവാം.
ഇതാണ് വയലറ്റ് പേരയ്ക്ക. മഴക്കാലം ആയതുകൊണ്ട് ഒരു ചാൻസ് ഉണ്ട്. ഒത്തിരി പഴുത്തുപോയി. ഇത് മോശമില്ലല്ലോ. എവിടെ അങ്ങോട്ട് ഇത് കൊള്ളാം. നല്ല കഴിക്കണ്ട. നിങ്ങളെന്നാ കൊച്ചു മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എന്താ കഴിക്കാനും പേടിയാ. ഞാൻ കഴിച്ചോണ്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് എടുക്കാനല്ലേ. മലകളൊക്കെ കണ്ട് നല്ല തണുപ്പത്ത് തേയിലത്തോട്ടമൊക്കെ കണ്ട് ഇൻഫിനിറ്റി പൂളിൽ ചാടാൻ അടിപൊളി എക്സ്പീരിയൻസ് ആണ്.